ഗാന്ധിജി രവീന്ദ്രനാഥ ടാഗോറിന് ഏത് പേരാണ് സമ്മാനിച്ചത്? ഉത്തരം ഗുരുദേവ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഏത് പുസ്തകത്തിനാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ഉത്തരം ഗീതാഞ്ജലി. സി.ആർ. ദാസ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം ദേശബന്ധു. ഗാന്ധി ജയന്തി എന്നാണ്? ഉത്തരം ഒക്ടോബർ 2. ഗാന്ധിജി ജനിച്ചത് എന്നാണ്? ഉത്തരം 1869 ഒക്ടോബർ 2. നേതാജി എന്നറിയപ്പെട്ടിരുന്ന മഹാൻ? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് INA സ്ഥാപിച്ച വർഷം? ഉത്തരം 1943. INA യുടെ പൂർണ്ണരൂപം? ഉത്തരം ഇന്ത്യൻ നാഷണൽ ആർമി. ഗാന്ധി ഇർവിൻ സന്ധി ഏത് വർഷമാണ്? ഉത്തരം 1931. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം? ഉത്തരം 1928. രവീന്ദ്രനാഥ ടാഗോർ ജനിച്ച വർഷം? ഉത്തരം 1861. രാജ്ഘട്ട് ഏത് ദേശീയ നേതാവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഉത്തരം മഹാത്മാഗാന്ധി. രാമകൃഷ്ണ പരമഹംസയുടെ ശിഷ്യനായിരുന്ന പ്രശസ്ത വ്യക്തി? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാവ് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ്? ഉത്തരം ആനി ബസന്റ്. വാസ്കോ ഡി ഗാമ കോഴിക്കോട് എത്തിയ വർഷം? ഉത്തരം 1498. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ മഹാൻ ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം? ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പൗരാവകാശങ്ങളുടെ എണ്ണം? ഉത്തരം 6. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സാരെ ജഹാം സെ അച്ഛ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആരാണ്? ഉത്തരം BR അംബേദ്കർ. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഉത്തരം രാജേന്ദ്ര പ്രസാദ്. ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഉത്തരം വേലുത്തമ്പി ദളവ. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എന്നായിരുന്നു? ഉത്തരം 1948 ജനുവരി 30. ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. ജവഹർലാൽ നെഹ്റുവിന്റെ സമാധി സ്ഥലം? ഉത്തരം ശാന്തിവനം. ജഗ്ജീവൻ റാമിന്റെ സമാധി സ്ഥലം? ഉത്തരം സമതാസ്ഥാൻ. കൃഷ്ണകാന്തിന്റെ സമാധി സ്ഥലം? ഉത്തരം നിഗംബോധ് ഘാട്ട്. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരായിരുന്നു? ഉത്തരം K. കേളപ്പൻ. സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ച സംസ്ഥാനം? ഉത്തരം ഗുജറാത്ത്.
ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റാവുകയും പിന്നീട് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ആദ്യത്തെ ഇന്ത്യൻ അംഗവുമായ മഹാൻ? ഉത്തരം ദാദാഭായ് നവറോജി. 2ാം ലോക യുദ്ധം നടക്കുന്ന കാലത്ത് ജർമ്മനി, ജപ്പാൻ എന്നിവിടങ്ങളിൽ പോവുകയും ജപ്പാനിൽ വെച്ച് വിമാന അപകടത്തിൽ മരിക്കുകയും ചെയ്തു. ആരാണ് ആ മഹാൻ? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം? ഉത്തരം 1924. മൈ ലിറ്റിൽ ഡിറ്റക്ടർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? ഉത്തരം തന്റെ തൂക്കു കടികാരത്തെ. ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങൾ അനുസരിച്ച് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഉത്തരം ഗ്രാമം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ പ്രശസ്തമായ കവിത ഏതാണ്? ഉത്തരം എന്റെ ഗുരുനാഥൻ. ശിപ്പായി ലഹള തുടങ്ങി വെച്ചത് ആരായിരുന്നു? ഉത്തരം മംഗൽ പാണ്ഡെ. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ഏതായിരുന്നു? ഉത്തരം വാർത്താ പദ്ധതി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ? ഉത്തരം മഹാത്മാഗാന്ധി. ഏത് ഗ്രന്ഥത്തെക്കുറിച്ചാണ് അത് എന്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഉത്തരം ഭഗവത്ഗീത. ഗാന്ധിജിയെക്കുറിച്ച് ഗാന്ധി എന്ന പേരിൽ പുറത്തിറങ്ങിയ സിനിമയിൽ ഗാന്ധിയായി വേഷമണിഞ്ഞ നടൻ? ഉത്തരം ബെൻ കിങ്സ്ലി. ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരെഴുതിയ ഗ്രന്ഥമാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം. ഗാന്ധിജി ഇത് പറഞ്ഞത് എപ്പോഴാണ്? ഉത്തരം ദണ്ഡി യാത്ര തുടങ്ങും മുൻപ്. മിന്റോ മോർലി ഭരണപരിഷ്കാരത്തിന്റെ അടിസ്ഥാന നയം എന്തായിരുന്നു? ഉത്തരം ഭിന്നിപ്പിച്ച് ഭരിക്കുക. ബംഗാൾ വിഭജിച്ച വൈസ്രോയി ആരാണ്? ഉത്തരം കഴ്സൺ പ്രഭു. ഗാന്ധിജിയെ സ്വാധീനിച്ച ഗ്രന്ഥമായ അൺടു ദി ലാസ്റ്റിന്റെ കർത്താവ് ആരാണ്? ഉത്തരം ജോൺ റസ്കിൻ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. മറാത്തി ഭാഷയിൽ കേസരി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. ഏത് യുദ്ധത്തിന്റെ ഫലമായിട്ടാണ് മലബാർ മുഴുവനും ബ്രിട്ടീഷ് അധീനതയിലായത്? ഉത്തരം മൂന്നാം മൈസൂർ യുദ്ധം. എവിടെ വെച്ചാണ് മുസ്ലിം ലീഗ് രൂപവൽകൃതമായത്? ഉത്തരം ധാക്ക. യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകൻ? ഉത്തരം മഹാത്മാഗാന്ധി. സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായി ഒപ്പുവെച്ച ഭരണാധികാരി? ഉത്തരം ഹൈദരാബാദ് നൈസാം. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തിയത് ആരാണ്? ഉത്തരം കോൺവാലിസ്. 1857 ഒളിപ്പോർ സമ്പ്രദായങ്ങളിലൂടെ ബ്രിട്ടീഷ് സൈന്യത്തെ നേരിട്ട ധീര നേതാവ് ആരാണ്? ഉത്തരം താന്തിയ തോപ്പി. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വില്യം ബെന്റിക്. ആനി ബെസന്റ് സ്ഥാപിച്ച സംഘടന? ഉത്തരം ബ്രഹ്മവിദ്യാ സംഘം.
ഇന്ത്യ ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുത്തത് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം മൂലമായിരുന്നു. ഏത് വർഷമായിരുന്നു ആ വിളംബരം? ഉത്തരം 1858. ബംഗാൾ വിഭജനം പിൻവലിച്ച വർഷം? ഉത്തരം 1911.